പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഭാരതത്തിൻ്റെ തോമസ് കപ്പ് വിജയത്തിൻ്റെ പ്രധാന ശില്പിയും നമ്മുടെ എല്ലാം അഭിമാനപാത്രവും പ്രിയങ്കരനുമായ ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്. ഹലോ പ്രണോയ്, അഭിനന്ദനങ്ങൾ. കാരണം 73 വർഷങ്ങൾ എന്ന് പറയുന്നത് 73 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു അത്യപൂർവമായ ഒരു ചെറിഷ്ഡ് എന്ന് പറയുന്ന ഒരു വിജയമാണ്. അത് സ്വപ്നതുല്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എന്ത് തോന്നുന്നു പ്രണോയ്? അല്ല, വളരെയധികം സന്തോഷമുണ്ട്. ഓബ്വിയസ്ലി നമ്മൾ തോമസ് കപ്പിന് പോകുന്ന മുന്നേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തോമസ് കപ്പ് ജയിക്കുമെന്ന്. സോ ബിക്കോസ് നമ്മൾ ഒരിക്കലും ആസ് എ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. ടു ബി ഫ്രാങ്ക്, എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നല്ലോണം കളിക്കണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ തോമസ് കപ്പൊക്കെ ജയിക്കണമെങ്കിൽ ഒരു കുറേ കാര്യങ്ങൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിന്. അതെല്ലാം ഒത്തു വന്നാൽ മാത്രമേ നമുക്കൊരു ടീമിന് വേണ്ടി ജയിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇപ്രാവശ്യം ആ എല്ലാ ഫാക്ടേഴ്സും ഒത്തു വന്നു. ആൻഡ് ഐ എം ഗ്ലാഡ് ആ ഒരു സ്ക്വാഡിൽ ഉണ്ടാകാൻ പറ്റിയത് തന്നെ വളരെ ഒരു ലക്കി ഫാക്ടറാണ്. ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് 10 പേർക്ക് ആ ഒരു സ്ക്വാഡിൽ പോകാൻ പറ്റുള്ളൂ. ആൻഡ് ടു ബി ഇൻ ദാറ്റ് ഐ തിങ്ക് ഐ വാസ് വെരി ലക്കി. ആൻഡ് ഇപ്പോഴും എന്താ പറയുക, ഞാൻ ആ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് it still feels like it's a dream which happened. And ആ വിജയത്തിനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് ഈ ഓൺ കോർട്ട് പെർഫോമൻസിനെ കുറിച്ച് പറയാം, അത് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഓഫ് കോർട്ട് കുറേ കാര്യങ്ങൾ അത് പ്രണോയ് അതിനകത്തൊരു എന്താ പറയുക മുന്നിട്ടിറങ്ങി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആ ടീമിനെ ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട്, ടീം ബോണ്ടിങ്, ടീം സ്പിരിറ്റിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് പറയാം. കാരണം അതിൻ്റെ പ്രണോയുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. അല്ല, സി ബേസിക്കലി ടീമിന് പോണ മുന്നേ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, 2-3 സീനിയേഴ്സേ ഉള്ളൂ ഈ സ്ക്വാഡിൽ. ബാക്കിയെല്ലാം യങ്സ്റ്റേഴ്സാണ്. അതിൽ കുറേ പേര് ഫസ്റ്റ് ടൈമാണ് തോമസ് കപ്പ് കളിക്കുന്നത്. ഇപ്പോൾ ഞാനും ശ്രീകാന്തുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തോമസ് കപ്പ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി തന്നെയായിരുന്നു. ഞാൻ ശ്രീകാന്തിൻ്റെ സംസാരിച്ച് സെയിങ് ദാറ്റ് വേറെ ആരുമില്ല ഈ സ്ക്വാഡിൽ, നമ്മൾ തന്നെയാണ് സീനിയേഴ്സ്. ബിക്കോസ് ഇതിന് മുന്നേ ഉള്ള സ്ക്വാഡിൽ ഏതെങ്കിലും ഒരു സീനിയേഴ്സ് എന്താ പറയുക ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇപ്രാവശ്യം ഇറ്റ് വാസ് ആർ ചാൻസ് ടു ഡു. ഐ തിങ്ക് ദ ഫസ്റ്റ് തിങ് വാസ് ടു റിയലൈസ് ഈ യങ്സ്റ്റേഴ്സ് ടു റിയലൈസ് ഹൗ ബിഗ് ദിസ് ഇവൻറ്റ് ഇസ്. ബിക്കോസ് നമ്മൾ ഒരിക്കലും ജയിച്ചിട്ടില്ല. And I wanted everybody to be ആ ഒരു സെയിം വേവ് ലെങ്ത്തിൽ നിൽക്കാൻ. നമ്മൾ ഇത് ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ല പോകുന്നത്. വി ഹാവ് എ ടീം വിച്ച് ക്യാൻ ആക്ച്വലി വിൻ. ആൻഡ് അത് എല്ലാവർക്കും ഒരു സെൻസ് ഓഫ് ഒരു ഇതുണ്ടായിരുന്നു when the squad was announced, when we had the main singles players and then the double squad also. They knew that ഈ ഒരു ടീമിന് ഒരു ചാൻസ് ഉണ്ട്. So everybody was actually prepared. And I think as a senior, I think ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സെയിങ് തോമസ് കപ്പ് ഇസ് എ വെരി ബിഗ് ഇവൻറ്റ്. എന്നുവെച്ചാൽ ഒരു 1 വീക്ക് ഇവൻറ്റാണ്. നമുക്ക് എല്ലാ ദിവസവും കളിയിലുണ്ട്, ബാക്ക് ടു ബാക്ക് കളിയിലുണ്ട്. ഇത് ഇൻഡിവിജ്വൽ ടൂർണമെൻറ്റ് പോലെയല്ല. തോറ്റാൽ പുറത്ത് പോയില്ല. തോറ്റാലും നമുക്ക് കളിക്കാനുള്ളൊരു ചാൻസ് കിട്ടും. ബിക്കോസ് ഗ്രൂപ്പ് സ്റ്റേജിലും 2-3 കളികളുണ്ട്. അതിൽ തോറ്റാലും നമുക്ക് അടുത്ത ദിവസം വന്ന് കളിക്കണം. സോ ദ മെയിൻ തിങ് വാസ് ടു ലെറ്റ് ദം റിയലൈസ് ദാറ്റ് ഒരു കളി തോറ്റാലും അടുത്ത ദിവസം വന്ന് പിന്നെയും 100% ഇടണം. ആൻഡ് സംടൈംസ് വെൻ യു ആർ നമ്മൾ 95% ടൈം നമ്മൾ ഇൻഡിവിജ്വൽ ടൂർണമെൻറ്റ്സ് ആണ് കളിക്കുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ ടൂർണമെൻറ്റ്സ് കളിച്ച് തോക്കുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് 2 days നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആണ്, നമ്മൾ കുറച്ച് വേറൊരു ലോകത്താണ്. സോ ദാറ്റ് വി കാൻ അഫോർഡ് ടു ഡു ഇറ്റ് ഹിയർ. സോ അങ്ങനത്തെ ഉള്ള 2-3 പോയിന്റ്സ് ആണ് ഐ ടോൾഡ് ദ യങ്സ്റ്റേഴ്സ് ദാറ്റ് എവറി ഡേ ഈസ് എ മാച്ച് ഡേ. നമുക്ക് അതിലൊരു വേറൊരു ഓപ്ഷൻ ഇല്ല. സോ ഐ തിങ്ക് ദാറ്റ് എവറിബഡി പിക്ഡ് ഇറ്റ് അപ്പ് വെരി ക്വിക്ക്ലി. ആൻഡ് വി ഹാവ്, ബിക്കോസ് ഐ ടോൾഡ് there are going to be days where നമ്മൾ 3-2 ജയിക്കും or 3-2 തോക്കും. അതിൽ കുറച്ച് മാച്ചസ് നമ്മൾ ചിലപ്പം തോക്കും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എവറി ടൈ ഈസ് ഗോയിങ് ടു ബി 5-0. എവറിബഡി ഈസ് നോട്ട് ഗോയിങ് ടു വിൻ. സോ വി നീഡ് ആർ people only to support those players who are losing on that particular day, and that is very important, so that they can come back next day and again perform at the highest level. So I think that
made a huge difference because we had matches where we won 3-2, 3-2. There were people who didn't win certain matches. Correct. Like Laksh, our main player, like first singles, but he was playing against the top 5 in the world every single match. Correct. But it was very important from our side to not put pressure to him and to make him realize that this is okay. And I think പുള്ളിക്കാരനും ആ ഒരു രീതിയിൽ അതെടുത്തു, and he was very pumped up for finals because he was എന്താ പറയുക ഫൈനൽസിന് മുന്നേ വന്നിട്ട് he was saying I just want to win this because he was not able to give that point, but we wanted him to be in that mode where he is not taking pressure and he just enjoying the game, and that only happened. അപ്പോൾ ഈ ടീം ബോണ്ടിങ് ഞാനിങ്ങനെ കേട്ടു, നിങ്ങളുടെ ടീം ഡിന്നേഴ്സ് നിങ്ങൾ ഒന്നിച്ച് ഇരുന്ന് ഓരോ മാച്ചും, അപ്പോൾ സിംഗിൾസിൽ ആണെങ്കിൽ ഡബിൾസ് പ്ലെയേഴ്സ് എല്ലാവരും ചിപ്പ് ഇൻ ചെയ്തിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് കുറേ കേട്ടു. അപ്പോൾ അതിൻ്റെ ഒരു യു ഹാഡ് എ തീം എസെൻഷ്യലി ബോണ്ടിങ് വിച്ച് യു ടുക്ക് ദ ലീഡ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? എല്ലാവരും അറിയാം. The good thing was all the youngsters were very എന്താ പറയുക very carefree, and for team events you need anganathe oru squad where you need that energy basically, and I think starting of the tournament korchonnu namukkonnu buddhimuttayittu thoni because you are not used to team events. Nammal ellarum individual oru match kalikkun thirichu room il pom, so team events are different. You have to stay there for 5 hours and cheer for the team, so anganathulla karyangal korchonnu samayam eduthu, പക്ഷേ then everybody started to realize that that നമ്മൾ ജയിക്കാൻ പോകുന്ന മാച്ചസ് എല്ലാം ഇങ്ങനത്തുള്ള മാച്ചസ് ആയിരിക്കും where people are going to pitch in a lot of energy, support, so that was very very important, and I think everybody pitched in at the right time. കോർട്ടിലെ കാര്യം വന്നാൽ ഇപ്പം കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽസ് നിർണായകമായ പ്രണോയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 2 മത്സരങ്ങളാണ് ജയിച്ചത്. കാരണം നമ്മുടെ എല്ലാം എന്താ പറയുക ഒരു ഡ്രീമാണ് നിർണായകമായ ഒരു മാച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, അത് ജയിക്കുക, ഇന്ത്യയെ എന്താ പറയുക വിജയത്തിലേക്ക് നയിക്കുക. അപ്പോൾ നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പറയാം. ക്വാർട്ടർ ഫൈനൽ 2-2 നിൽക്കുന്നു മലേഷ്യയുമായിട്ട്. നിർണായകമായ 5th മാച്ച് വരുന്നു. ജയിച്ചാൽ മെഡലാണ്, പക്ഷെ ജയിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ ജയിച്ചില്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞതിന് തെറ്റിദ്ധരിക്കരുത്, പ്രണോയ് ഒരു വില്ലനായിട്ട് മാറും. അപ്പോൾ ഒരുപാട് പ്രഷറാണ്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിച്ചു? കാരണം അത് മനോഹരമായിട്ട് കളിച്ചു. നമുക്ക് നേരിട്ടുള്ള ഗെയിംസിലാണ് ജയിക്കുകയും ചെയ്തത്. എങ്ങനെയായിരുന്നു ആ മാച്ച് കളിച്ചത്? Yeah, I mean pressure was different because 5th match കളിക്കുമ്പോഴത്തേക്ക് always ഒരു different pressure, because when you look back നിങ്ങൾക്കറിയാം അടുത്തൊരു മാച്ച് വരുന്നില്ല, this is the end, and as you said, if നമ്മൾ തോക്കുകയാണെങ്കിൽ നമ്മൾ വില്ലനാണ്. That's how people take it, and if you win you are a hero. So അത് എൻ്റെ മൈൻഡിൽ it was running, and the start was very bad. I remember I was down 7-2, 7-3, and then I felt that ഞാൻ ഇത് കൂടുതൽ റിസൾട്ടിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി ഗോയിങ് ഇൻ ടു മൈ സൈഡ്. സോ I think that's where I started to focus much more on that moment, and I was never thinking about the result as such. Then avarna I felt I was playing, I was moving easy, I was not really worried about what was happening the other side. But there was a lot of pressure, to be honest. എന്താ പറയുക, ഞാൻ കുറേ ടീമിൻസ് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തുള്ള ഒരു ക്രഞ്ച് മാച്ച് ഞാൻ ഒരിക്കലും കളിച്ചിട്ടില്ല. ബിക്കോസ് I knew the expectations from the team. എല്ലാവർക്കും ആ മെഡൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എസ്പെഷ്യലി ഫോർ ദ മെൻസ് സൈഡ്. So that quarterfinal was actually very different for me, because I never expected that to come to the last match and I had to play that. അങ്ങനെയൊക്കെയുള്ള ഒരു scenario I didn't expect that to come, but so if you're winning, then I think everything is good. Knocked out as well. Pranoy trying so hard to close this out. 7-19. Maybe the nerves kicking in a little bit. Oh, that is big. What a shot to bring up 13 match points. 7.
True. I mean, but there's a lot of pressure. അത് കഴിഞ്ഞ് നമ്മൾ സെമി ഫൈനൽ വാസ് ലൈക്ക് ഈവൻ മോർ ഡ്രമാറ്റിക് അല്ലേ? കാരണം അവിടെ നമ്മൾ ഡെൻമാർക്കുമായിട്ട് കളിക്കുന്നു, സെയിം സിറ്റുവേഷൻ 2-2 ഫൈനൽ മാച്ച് യു കം ടു പ്ലേ. അപ്പോൾ ആദ്യത്തെ ഗെയിം നന്നായിട്ട് പോകുന്നു, അപ്പോഴാണ് കോർട്ടിൽ സ്ലിപ്പ് ചെയ്ത് വീഴുന്നു, ആങ്കിൾ ഇഞ്ചുറി വരുന്നു. അപ്പം നമ്മൾ കളിക്കുന്നത് ഗെംകെ ആയിട്ടാണ്. അപ്പോൾ ഗെംകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയറാണ്. അപ്പം നമ്മുടെ ഗെയിം എടുത്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക നന്നായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇഞ്ചുറി പറ്റുന്നത്. അപ്പം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒബ്വിയസ്ലി ടീമിലുള്ള എല്ലാവരും വറീഡായി കാണും, ഫോക്കസ് ഇസ് ഓൺ യു. പക്ഷെ നമ്മൾ പിന്നെ കാണുന്നത് വേറൊരു പ്രണോയിയാണ്. അതായത് ഏതാണ്ട് എന്താ പറയുക ഋഷിതുല്യനായ ഒരു മൈൻഡ് സെറ്റോടുകൂടി എന്താ പറയുക ഏകാഗ്രതയും ആ ഒരു മനസാന്നിധ്യവുമായിട്ട് ഇങ്ങനൊരു പ്രണോയുടെ കളി നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അല്ല ഈ ആൾക്കാരെല്ലാവരും നമ്മൾ കളിക്കുന്നത് മാത്രമേ നോക്കാറുള്ളൂ. ആ ഒരു 1 hour നമ്മൾ ടി വിയിൽ കളിക്കുന്ന ആ ഒരു 1 hour മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വർക്ക് ആരും അറിയുന്നില്ല. അപ്പോൾ കഴിഞ്ഞൊരു 1 year ആയിട്ട് ഐ ഹാവ് ബീൻ ട്രൈയിങ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് അതെല്ലാം കൂടെ ഒത്തു വന്ന ആ ഒരു മാച്ചിനായിരുന്നു ഐ വുഡ് സേ. ബിക്കോസ് ആ ഒരു സ്ലിപ്പിന് ശേഷം ദർ വാസ് ലോട്ട് ഓഫ് ഡൗട്ട്സ്. ഏതൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വാസ് ഹേർട്ടിങ്. ബട്ട് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ആ ഒരു കാര്യങ്ങൾ സൈഡിൽ വെച്ചിട്ട് what I can do, because ഗെംകെ ആയിട്ടുള്ള റെക്കോർഡ് വാസ് നോട്ട് ഗുഡ് ഫോർ മീ ബിഫോർ ദാറ്റ്. 2 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഐ കുഡൻറ്റ് തിങ്ക് എനിത്തിങ് എൽസ്. ദ ഓൺലി തിങ് വാസ് ടു ഈ കളി എങ്ങനെ ജയിക്കാം. ആൻഡ് ഐ വാസ് to be frank, I was not able to see my teammates, because I could see a lot of worried faces out there. So it was very important for me to be extremely focused, and I thought I was in that zone, and especially second game and third game, zone-ലാണെങ്കിലും tactically I had to be very, very strong because I was not moving very fast. പക്ഷേ I felt until the last point I was very focused, because for 2011, 2010 you are leading in the third game also. You just can't predict things happening. One more injury and then match will go. So it was very important for me to a match closed here and then you celebrate. So I think I was very proud I could play like that, where things were not in my favor. And so അത് അങ്ങനത്തുള്ള ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് എങ്ങനെ മൈൻഡ് train ചെയ്യണം. I've been trying to do all those things in the last 1 year. So I would say something kind of actually worked on that particular day, and it was very tough. But to be honest, the pressure was immense, because as a team we didn't want to lose to Denmark, to be honest. As a nation, as a playing nation, none of the players wanted to lose against Denmark. I mean, that is something which you took very personally, and so to be in that situation, I knew endana avarude manasil povunathu, saying that they didn't want me to lose by any chance, and because I know that everybody was okay to lose with any other team but not Denmark. So adine inside story undu. Yeah, I think it's been like that for ages. So that is why it was even more pressure for me, and because this story just revolves around the team, and but I knew etra verikku aa oru mindset undu, saying that what to do, but I'm glad that we could just finish it off against Denmark. That's fantastic play by Gilbert. Nice play. Second match point opportunity for Prannoy and India. This, the final moment, the block across court, and history was made. പ്രണോയ് പറഞ്ഞു ലാസ്റ്റ് പോയിന്റ് വരെ സോണിലായിരുന്നു. അത് നമുക്ക് ആ മാച്ച് തീരുന്ന ആ മൊമെൻറ്റിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഫൈനൽ പോയിന്റ് ജയിക്കുന്നു,
അപ്പോൾ പ്രണോയ് ആ കോട്ട് വിടുന്നെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പ്രാക്ടീസ് മാച്ച് കഴിഞ്ഞിട്ട് പോകുന്നൊരു ഭൂഭാഗത്തോടുകൂടി പോകുന്നു. ടീം മെമ്പേഴ്സ് എല്ലാം ഓടി വരുന്നു, പ്രണോയെ കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ പ്രണോയ് ഒരു സെൻ മോഡിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പ്രണോയ് പറഞ്ഞില്ല, ബാക്കിയുള്ള എല്ലാം ഷട്ട് ഔട്ട് ചെയ്തിട്ട് വളരെ ഫോക്കസ്, അത് വളരെ വ്യക്തമായിരുന്നു. അത് It's tough. Sometimes it's that win was a little emotional also, and I didn't know how to celebrate, obviously. ആ ഒരു സമയത്ത് there's a lot of things which is running in my mind. So and by the time you put the shuttle in, എന്താ പറയുക, എല്ലാവരും കോട്ടിലാണ്, and there is no time to even celebrate. But I think it was very important for me to close matches where Gopi Bhai എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, saying you might play well but it's very important to close the matches at the right time, and sometimes you might be leading 2014, 2015, but ഒരിച്ചിരി നമ്മളൊന്ന് കാഷ്വൽ ആകുമ്പോഴത്തേക്ക് it can go 19-20 and then the match is different. So ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കരുത്. You have to finish it before that. So I think I'm very proud that I could do that, because there's a lot of ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ആ ഒരു ടൈമിൽ. when you are leading 19-11, 19-9, അതെങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് തീർത്തിട്ട് പോകാനുള്ള, പക്ഷേ പെട്ടെന്ന് തീർത്തിട്ട് പോകാനുള്ള ധൃതിയിൽ ചിലപ്പം കളി മാറും, കളി മാറും, and then things are going to be. So it was very important to be extremely focused. ആ ഒരു പോയിന്റിന് വേണ്ടി മാത്രം കളിക്കാനുള്ളൊരു, I think that worked. That's it. History is rewritten. Indian teammates celebrate with the man of the moment, Pranoy. ഈ തോമസ് കപ്പ് വിജയത്തിന് ശേഷമുള്ള പബ്ലിക് റിയാക്ഷൻസ്, കമ്മിങ് ബാക്ക് ടു ഇന്ത്യ, സ്വീകരണങ്ങൾ എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വിജയത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നല്ലോ, അപ്പോൾ അതെങ്ങനെയായിരുന്നു? നോട്ട് റിയലി, ഐ വുഡ് സേ. നമ്മളിപ്പോൾ ജയിച്ച ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോലെയുള്ളൊരു ടൈറ്റിലാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ പേര് തോമസ് കപ്പ് എന്നാണ്. അപ്പോൾ ആൾക്കാർക്ക് വലുതായിട്ട് മനസ്സിലായില്ല അതൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്, ടീം ഇവൻസിലെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. സോ യെസ്, വി ഹാഡ് എ ലോട്ട് ഓഫ് media coverage and a lot of people called, especially Prime Minister Modi sir നമുക്ക് call വന്നത് was very heartwarming for all the players, because we didn't expect that coming. നമ്മൾ കളിച്ച് ഉണ്ടായിരുന്നു, PM-ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ കളിച്ച് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവറിൽ ഹി കോൾഡ്. നമ്മൾ തായ്ലൻഡ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഹി കോൾഡ്, നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ചു. यस सर. सर मैं एक और चीज़ बोलना चाहूँगा. यस सर, डेफिनेटली सर. यस सर. यस सर. जी सर, ओके सर. तो आप सबको बहुत बहुत बधाई और मेरी बहुत बहुत शुभकामनाएं हैं. अच्छा दोस्तों, आप देश के जो छोटे बच्चे हैं हमारे, जो आजकल बैडमिंटन और टेबल टेनिस या स्विमिंग काफी रुचि लेते हैं, उनके लिए आपका मैसेज क्या होगा? सर आई थिंक नाउ सर अभी इंडिया में ना सर स्पोर्ट्स के लिए बहुत अच्छा सपोर्ट है सर. स्पोर्ट्स अथॉरिटी ऑफ इंडिया की तरफ से या गवर्नमेंट की तरफ से या उनका नेशनल फेडरेशंस की तरफ से, या अभी इलाइट लेवल में टॉप्स करके एक नया स्कीम है सर, टारगेट ओलंपिक पोडियम स्कीम करके सर. इन सब चीज़ों की वजह से ना सर अभी बहुत सपोर्ट आ रहा है सर स्पोर्ट्स पर्सन्स को इंडिया में. आई थिंक अगर ये ऐसा कंटिन्यू होते रहा तो आई थिंक इन फ्यूचर ऑल्सो सर इंडिया विल डेफिनेटली सी मेनी मोर चैम्पियंस सर. So that was very we all felt very happy, because he's the first person of our country, and for someone to right away call and acknowledge what we did, because
പുള്ളിക്കാരൻ പറഞ്ഞു വാട്ട് യു ഡിഡ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലിയ കാര്യമാണ്. സോ ദാറ്റ് ഫെൽറ്റ് റിയലി ഗ്രേറ്റ് ഫോർ us. मैं पूरे देश की तरफ से आपको और आपकी पूरी टीम को बहुत बधाई देता हूं, क्योंकि दशकों बाद आपने भारत का झंडा गाड़ा है. ये छोटी घटना नहीं है. थैंक यू सर, थैंक यू. एक खिलाड़ी के तौर पर और उसमें भी एक कप्तान के तौर पर लास्ट मोमेंट कितना प्रेशर रहा होगा इसका मैं भली भांति अंदाज कर सकता हूं. लेकिन बड़े धैर्य के साथ पूरी टीम को साथ लेकर के आपने जो देश को गौरव दिलाया है, मैं आपको फिर से एक बार टेलीफोन पर तो बधाई दी थी, लेकिन मैं फिर से एक बार रूबरू में बधाई देकर के खुद आनंद ले रहा हूं. थैंक यू सो मच. काफ़ी ज़्यादा ही प्रेशर था सर उस दिन, स्पेशली क्वार्टर फाइनल्स के दिन, क्योंकि मुझे पता था कि अगर मैं ये मैच हार जाऊंगा तो हमको मेडल नहीं मिलेगा और हम लोग विदाउट मेडल वापस आना पड़ेगा. बट वो जो टीम का जो स्पिरिट था सर एंटायर टूर्नामेंट में, और सभी का जो जोश था कि ये कुछ तो भी करके हमको मेडल लेके जाना ही है, वो स्टार्टिंग दिन से काफ़ी एनर्जी दे रहा था सर एंटायर स्क्वाड को. एंड जब कोर्ट स्पेशली कोर्ट के अंदर जाने के बाद एक 10 मिनट के बाद मुझे लगा कि आज तो कुछ भी करके जीतना ही है. एंड आई थिंक सेमीफाइनल में भी सेम सिचुएशन था सर, बहुत ज़्यादा ही प्रेशर था, क्योंकि मुझे पता था कि अगर हम लोग फाइनल्स पहुंच गए तो हम लोग ये गोल्ड लेके आ सकते हैं. तो मुझे वो जीतना ही था सर. और एंटायर टीम के लिए सर थैंक यू, बिकॉज वो लोग उधर थे सपोर्ट के लिए और बहुत ज़्यादा ही एनर्जी दिया वो लोग. But apart from that, I would say we never had something like a cricket. Cricket is then it would have been very big. And unfortunately, നമ്മുടെ നാട്ടിൽ badminton is not given that much of importance, even though നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു സ്പോർട്ട് ബാഡ്മിൻ്റൺ ആണ്. നോട്ട് ഈവൻ ക്രിക്കറ്റ് ഐ ആം സേയിങ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഒരു സ്പോർട്ട് ബാഡ്മിൻ്റൺ ആണ്. പക്ഷേ സംവെയർ ഓർ ദ അതർ there is no marketing being done for the sport. So after Thomas Cup also it was something like that. Apart from few states which gave that importance, I think Orissa gave a lot of importance. They called us and felicitated us. Where I ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരുടെ. So that is a little sad story of the same thing. But I hope that at least from now on എല്ലാവർക്കും at least they will know that okay, Thomas Cup is a world championship. നമ്മളൊരു പ്രാവശ്യം ജയിക്കാണ്ട് അതൊരിക്കലും ആ ഒരു ന്യൂസ് വരില്ല. And I think for the next at least 10 years, for the next generation, there might be some changes. I'm hoping there would be some changes. People take it in a much serious levels, and they start to do things in a much better way. Because this sport is played by I don't know how many countries in the world, but something like cricket is played by much bigger than much bigger than bigger, cricket. But it's unfortunate that our mileage കിട്ടാത്തത്. So yeah. അപ്പം പ്രണയ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ അടുത്ത ചോദ്യം, അതായത് അടുത്തൊരു ഡെക്കേഡിലേക്ക്. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ചൈന, ഇന്തോനേഷ്യ, മലേഷ്യയൊക്കെയാണ് ബാഡ്മിൻ്റൺ റൂൾ ചെയ്യുന്നത്. അതിന് മുമ്പ് ഡെൻമാർക്ക് കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തോമസ് കപ്പ് വിജയം വഴി നമ്മൾ ബാഡ്മിൻ്റണിൻ്റെ നിറകിലാണെന്ന് പറയാം. പക്ഷെ അത് ഇനി ഒരു ഡെക്കേഡിലോട്ട് അല്ലെങ്കിൽ അതൊരു ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? I think കുറേ കാര്യങ്ങൾ ചെയ്യാൻ. I think it should start from the grassroots levels. ഇപ്പോൾ grassroots levels നോക്കുകയാണെങ്കിൽ ഒത്തിരി പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ളൊരു സപ്പോർട്ടോ എവിടെ ഒന്നുമില്ല. ഇപ്പം എന്താ പറയുക, അസോസിയേഷൻസ് ആണെങ്കിലും സ്റ്റേറ്റ് അസോസിയേഷൻസ് ആണെങ്കിലും ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് അവേ ഫ്രം ദ സ്റ്റേറ്റ് അസോസിയേഷൻസ് വെയർ ദേ സപ്പോർട്ട് ദ കിഡ്സ്. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ കളിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ബേസിക് നീഡ്സ് പോലും അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. ഒരു റാക്കറ്റ് മേടിക്കാൻ, ഒരു ഷൂസ് മേടിക്കാൻ. പക്ഷേ we are in this century where I think a lot of things can be provided, and
but unfortunately it's not being provided. So only നമ്മൾ കാണുന്ന വെറും ആ ഒരു ക്രീം ഓഫ് പ്ലെയേഴ്സിന് മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ തോമസ് കപ്പ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ്, സൂപ്പർ സീരീസ് പോകുന്നതൊക്കെ ഒരു ക്രീം ഓഫ് പ്ലെയേഴ്സാണ്. ദാറ്റ് വുഡ് ബി മാക്സ് ടു മാക്സ് 15 to 20. ബട്ട് വാട്ട് ഓവർ ദ നെക്സ്റ്റ് thousands of kids who are playing? അതിലെത്ര കുട്ടികൾ ഒരു ലെവൽ വരെ കളിച്ചിട്ട് നിർത്തിയിട്ട് പോകുന്നുണ്ട്? അത് ആ നമ്പേഴ്സ് ആർ വെരി ബിഗ്. ഈ ഒരു സ്പോർട്ട് കളിക്കണമെങ്കിൽ ഓബ്വിയസ്ലി you can't do both education and this thing at this level. I mean, നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുകയാണെങ്കിൽ you can't do it. I'm telling you, because നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറയും ഇത് രണ്ടും കൊണ്ടുപോകാം, എഡ്യൂക്കേഷനും കളിയും ഒരുമിച്ച് കൊണ്ടുപോകാം. പക്ഷേ ഐ എം ടെല്ലിങ് യു that cannot happen when you are playing at that level. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവലിൽ കളിക്കുകയാണ്, നാഷണൽ ലെവലിൽ കളിക്കുകയാണെങ്കിൽ ഓക്കെ, I think we can still try to do that. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ട് ഒരു മെഡൽ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടും കൊണ്ടുപോകാൻ പറ്റില്ല. So you have to either sacrifice your studies or either you have to sacrifice your game. So ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവർ ഒരു ലെവൽ വരെ കളിക്കും, പിന്നെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ആകുമ്പോഴത്തേക്ക് പിന്നെ അവർ കളി നിർത്തും. ദെൻ യു ആർ ഇൻ ബിറ്റ്വീൻ, എഡ്യൂക്കേഷനും ഇല്ല. സോ അങ്ങനത്തെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ദേർ. സോ ദാറ്റ് ഈസ് വൈ കുറേ പേര് ഇപ്പോഴും ഹെസിറ്റൻ്റ് ആണ് ബാഡ്മിൻ്റൺ ആസ് എ സ്പോർട്ട് ഒരു കരിയറായിട്ട് എടുക്കാൻ. ബിക്കോസ് വി ഹാവ് വെരി ലെസ് സപ്പോർട്ട്. Obviously we have support coming from government and SAI, but that's for just a 50-member or 60-member squad. ലൈംലൈറ്റിലുള്ള പ്ലെയേഴ്സ് മതി. ആ ലൈംലൈറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ തിങ്ക് ദാറ്റ് ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് അവേ ഫ്രം ദ സ്റ്റേറ്റ് അസോസിയേഷൻസ് ആൻഡ് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് കിഡ്സ് ടു പ്രൊക്യൂർ ദിസ് ഗെയിം ആൻഡ് ആ ഒരു ബിലീഫ് കൊടുക്കാൻ, സെയിങ് ദാറ്റ് നിങ്ങൾ നല്ലോണം കളിക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നീഡ്സ് എന്നുള്ള രീതിയിൽ ഫുഡ്, എന്താ പറയുക, ഗുഡ് ഷൂസ്, ഗുഡ് റാക്കറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ലെവലിൽ നമ്മൾ കളിച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു ബേസിക് നീഡ്സ് ഉണ്ടെങ്കിൽ തന്നെ ഔട്ട് ഓഫ് 100, 10 or 20 might actually shine. When you see Kerala's situation, I think it's very bad, I would say. നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10 വർഷം മുന്നേ വരെ ഇന്ത്യൻ ടീമിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 6 പേര് മലയാളീസായിരുന്നു. ഇപ്പോൾ ആ നമ്പർ കുറഞ്ഞ് ഇപ്പോൾ 2 ആയി. ഇടയ്ക്ക് 1 ആയിരുന്നു, ഇടയ്ക്ക് ഞാൻ മാത്രമായിരുന്നു, ഇപ്പോൾ 2 ആയി. അതെല്ലാം മിക്കവാറും നമ്മൾ നോക്കാൻ ഡബിൾസ് അല്ലേ? ഇപ്പം നമ്മൾ ഇടയ്ക്ക് രൂപേഷ് ഉണ്ടായിരുന്നു, സിംഗിൾസ് പ്ലേയേഴ്സ് എവിടെ പ്രണോയ്? ഇപ്പോൾ സിംഗിൾസ് ഇപ്പം നമ്മൾ പ്രണോയുടെ ഒരു കാലഘട്ടം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആരുമില്ല വേറെ. അപ്പോൾ ഇതിന് മുൻപ് എൻ്റെ ഓർമ്മയിൽ തോമസ് കുര്യനാണ്. തോമസ് കുര്യൻ എനിക്ക് തോന്നുന്നൊരു 2006 ഇന്റർനാഷണൽ ഇത് സീനിൽ നിന്ന് മാറിയത്. ബാക്കി പ്ലേയേഴ്സ് എവിടെ? ബാക്കി പ്ലേയേഴ്സ് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഞാൻ കേരളത്തിന് വേണ്ടി കളിച്ച സമയത്തും there was zero support, to be honest. Nobody is ready to support you from Kerala. അസോസിയേഷൻസ് ആണെങ്കിലും ബാക്കി ആയിരിക്കും. നമുക്ക് ഇനിഷ്യലി there was no support. അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഐ സൈഡ് കളിക്കണമെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഐ നീഡ് ടു ഗോ സംവെയർ വെയർ നല്ലൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, പീപ്പിൾ ആർ ദേർ ടു ലുക്ക് ആഫ്റ്റർ യു. അങ്ങനെയാണ് ഞാൻ ഹൈദരാബാദിലോട്ട് പോകുന്നത്. പക്ഷേ ദാറ്റ്സ് ദ ബിഗസ്റ്റ് ഡിസിഷൻ യു ഹാവ് ടേക്കൺ ഇൻ യുവർ കരിയർ ഓൾസോ. ബട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ എല്ലാവർക്കും പറ്റാറില്ല. എവ്രിബഡി ഈസ് ഇൻ ആ ഒരു ഇടയിലുള്ളൊരു കൺഫ്യൂസ്ഡ് മോഡിലാണ്. അവിടെ പോയാൽ കളിക്കാൻ പറ്റുമോ? പക്ഷെ പ്രണോയ് അത് ജൂനിയർ നാഷണൽസ് ഒക്കെ ആ ലെവലിൽ വന്നത് കൊണ്ടാണ് അവർ സ്പോട്ട് ചെയ്യാനാണ് ഓബ്വിയസ്ലി. ആ ഒരു പെർഫോമൻസ് വരാണ്ട് അവർ സ്പോട്ട് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴത്തെ ഉള്ളൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല ബാഡ്മിൻ്റന് വേണ്ടി. നമുക്ക് ആകെയുള്ള സർട്ടൺ അക്കാഡമീസ് മാത്രമാണ്, പക്ഷേ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. നമുക്കൊരു സെൻറ്റർ പോലും ഇല്ല വേർ ഒരു പ്രോപ്പർ ജിം, ഒരു 5 courts in place and food, because everybody neglects food. ഫുഡാണ് എല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്നൊരു കാര്യം. ബട്ട് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ യു ആർ പ്ലേയിങ് ഓൾസോ. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സ്ട്രക്ചർ വി ഡോണ്ട് ഹാവ്, ആൻഡ് ദാറ്റ് ഈസ് വെരി സാഡ്. അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലാത്ത. സോ എവ്രിബഡി ഈസ് ഗോയിങ് ഇൻ ടു സർട്ടൺ അക്കാഡമീസ്, ദർ ആർ കോച്ചസ്, യു ആർ പ്ലേയിങ്, ബട്ട് ദർ ഈസ് നോ പ്രോഗ്രസ്. എന്നുവെച്ചാൽ അതിനൊരു പ്ലാനിങ് ഇല്ല. അവരവിടെ നിന്ന് കളിച്ച് ട്രെയിൻ ചെയ്ത് ടൂർണമെൻറ്റ്സിന് പോയി അങ്ങനെ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗ്രാജുവൽ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇൻ ദ ലാസ്റ്റ് 10 years we haven't progressed a bit also, to be honest. If you see Bangalore, if you see Hyderabad, there are more centers coming in. At least more people are getting into this kind of a system. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ സിസ്റ്റം ഇല്ല. ഇപ്പോഴും പ്ലെയേഴ്സ്, ഞാനിപ്പം പോയാലും പ്ലെയേഴ്സ് കളിക്കുന്നത് ഒരു 1-2 hours and then they go back home and then they have to study.
ആ ഒരു മോഡിലാണ് ഇപ്പോഴും നമ്മൾ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ബാഡ്മിൻ്റണിന് സിംഗിൾസ് പ്ലെയേഴ്സ് വരാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ. ബാക്കിയുള്ള സ്പോർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ടാലൻ്റ് ഉള്ള നമ്മുടെ നാട്ടിൽ നിന്നാണ്. നമ്മളിപ്പോൾ അത്ലറ്റിക്സ് നോക്കിയാലും ബാക്കിയുള്ള നമ്പേഴ്സ്, ദ നമ്പേഴ്സ് വിച്ച് വി ഹാവ് ഇസ് വേ ടു ഗുഡ് വെൻ യു കൺസിഡർ അതർ സ്റ്റേറ്റ്സ്. ബട്ട് നമുക്കുള്ള സപ്പോർട്ട് ഈസ് വളരെ മോശം. ലൈക്ക് ഇതിപ്പോൾ എത്ര പ്ലെയേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഒളിമ്പിക്സിന് പോകുന്ന എത്ര പ്ലെയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, കുറച്ച് കോമൺവെൽത്ത് ഗെയിംസിന് മെഡൽ മേടിക്കുന്ന എത്ര പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കൊരു ജോബ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ 10-8 പേർക്ക് ജോബ് ഉണ്ടാവില്ല. അവർക്ക് വേറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും കൊടുത്തിട്ടില്ല ബേസിക്കലി. സോ നമ്മളെങ്ങനെ ഈ സ്പോർട്ട് കണ്ടിന്യൂ ചെയ്യും? വെൻ യു സി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹരിയാന എന്ന് പറയുമ്പോഴത്തേക്കും പ്ലേയേഴ്സ് എന്ത് വേണമെങ്കിലും ചെയ്യും ഹരിയാന ഗവൺമെൻറ്. ഹൗ മച്ച് ദേ ആർ സപ്പോർട്ടിങ് ദ പ്ലേയേഴ്സ്. ഇപ്പോൾ ഒരു ടൂർണമെൻറ്റിന് പോയി നമ്മൾ നല്ലൊരു മെഡൽ കഴിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണ് അവരത് കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചറില്ല. അതൊരു സാഡ് സ്റ്റോറിയാണ്. ഒരു സ്പോൺസേഴ്സ് പോലും നമുക്ക് ഇങ്ങനത്തുള്ള പ്ലേയേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന കാണുന്നില്ല. ഇപ്പം ശ്രീജയ് ചേട്ടൻ ഒളിമ്പിക്സ് ജയിച്ച ശേഷമാണ് നമുക്ക് ഇത്രയും വലിയൊരു മാറ്റം കണ്ടത്. പക്ഷേ ഒളിമ്പിക്സ് ജയിച്ചില്ലെങ്കിൽ എന്ത്? ഒളിമ്പിക്സ് ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പോർട്ടിങ്. അതല്ലാണ്ട് തന്നെ എത്ര ടൂർണമെൻറ്റ്സ് വേണ്ടി കളിക്കുന്നുണ്ട്, പക്ഷെ അതാരും നോട്ടീസ് ചെയ്യില്ല. പിന്നെ ആകെ നോട്ടീസ് ചെയ്യുന്ന ക്രിക്കറ്റേഴ്സിന് മാത്രമാണ്. അപ്പോൾ ആ ഒരു ക്രിക്കറ്റും ഫുട്ബോളിന് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പുഷ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു വേറൊരു ഇൻഡിവിജ്വൽ സ്പോൺസേഴ്സിനെ നമ്മൾ സെർച്ച് ചെയ്ത് പോയാലും ദർ ഈസ് നോ യൂസ്. ഐ എം സെയിങ് ടു ബി ഓണസ്റ്റ്, ദർ ഈസ് നോബഡി ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. അത്രയ്ക്ക് കുറവാണ് കേരളത്തിൽ. പക്ഷേ പുറത്തുള്ള അറ്റ്ലീസ്റ്റ് ദർ ആർ മച്ച് മോർ പീപ്പിൾ ഹു ആർ റെഡി ടു ഹെൽപ്പ് ആൻഡ് ദ ബ്രാൻഡ്സ് വിച്ച് ആർ റെഡി ടു ഹെൽപ്പ് പീപ്പിൾ. ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ബ്രാൻഡ്സ് വിത്ത് ദ സ്പോർട്സ് പേഴ്സൺ ദർ ഈസ് നോ കണക്ഷൻ. Everybody wants film stars but nobody is ready to do a marketing with the sports people apart from cricket. So our culture needs to change, and I think പുറത്ത് it has changed already. എല്ലാവർക്കും പുതിയ ബ്രാൻഡ്സ് വരുന്നുണ്ട് ഓൺ ബോർഡ്. ബട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ടഫ് ടു ഗെറ്റ് എ ലോക്കൽ ബ്രാൻഡ് ഇൻ. സോ അതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഒരു ഇതാണ്. അത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒബ്വിയസ്ലി ഇങ്ങനത്തുള്ള ഒളിമ്പിക് മെഡൽ വന്നാലേ അത് മാറുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് ഒളിമ്പിക് മെഡൽസ്. സോ ഐ ഹോപ്പ് ഇറ്റ് ചേഞ്ചസ്. അറ്റ്ലീസ്റ്റ് ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽസ് പീപ്പിൾ നോട്ടീസ് എത്ര വർക്കാണ് പീപ്പിൾ പുട്ടിങ് ഡേ ആൻഡ് നൈറ്റ് ടു പുട്ട് ദാറ്റ് റിസൾട്ട് ഇൻ. സോ ഇഫ് യു ഡോണ്ട് സപ്പോർട്ട് players initially, or when they at least perform well, then nobody is going to stay, and they will just keep playing for a while and then they will stop playing. പ്രണോയ് എപ്പോഴാണ് ഇതിനെ ഒരു കരിയറായിട്ട് എടുക്കാൻ തീരുമാനിച്ചതും എപ്പോഴാണ് ഈ കളിയിലൊരു ടേണിംഗ് പോയിന്റ്? കാരണം ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് വലിയ ഡിസിഷനാണത്. അപ്പോൾ അതെങ്ങനെ എടുത്തു, എത്ര വയസ്സിലെടുത്തു, അത് കഴിഞ്ഞൊരു കളിയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്താണ്? ആ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ്, ട്രെയിനിങ് വൈസ് എവറിത്തിങ്, അത് ഗോപിയുടെ അക്കാഡമിയിൽ പോകുന്നതാണോ എന്താണ്? യെസ്, ദാറ്റ് വാസ് മൈ ടേണിംഗ് പോയിന്റ്. ഒബ്വിയസ്ലി ഞാൻ 16 വയസ്സ് വരെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് കളിച്ചത്. എനിക്ക് കുറച്ച് കോച്ചസ് ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട്. അച്ഛൻ തന്നെയാണ് എല്ലാ ദിവസവും കളിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ദെൻ ഐ റിയലൈസ് ദാറ്റ് നാഷണൽ ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേയേഴ്സിന് തോപ്പിക്കണമെങ്കിൽ ഇത് പോരാ. ഒബ്വിയസ്ലി ഐ എം മിസ്സിങ് സംതിങ്. ആൻഡ് അപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഐ ടോൾഡ് പേരൻസ് എനിക്കൊരു 2 years ടൈം വേണം, പോയി നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ തിരിച്ചു വന്ന് പിന്നെ സ്റ്റഡീസ് നോക്കാം എന്നുള്ളൊരു, അപ്പോൾ ആ ഒരു അഗ്രിമെൻറ്റിലാണ് പോയത്. ആൻഡ് ദെൻ തിങ്സ് എനിക്ക് തന്നെ മനസ്സിലായി സെയിങ് ദാറ്റ് ഓക്കെ, ഈ ഹൈദരാബാദിൽ ചെല്ലുമ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ഓക്കെ ദിസ് ഈസ് ഹൗ എ ട്രെയിനിങ് അക്കാഡമി നീഡ്സ് ടു ബി. ആൻഡ് ദെൻ ആ ഒരു 2 years ഐ വർക്ക്ഡ് വെൽ, കുറച്ച് റിസൾട്ട്സ് വന്നു. സോ they were happy, my parents were happy, they were like okay, you try what it is. And then there was tough patch also, but getting a job in ONGC actually made it easy. When I was 19, 2010 I got a job offer from ONGC, and so that was a very good news for the parents, I would say, because like okay, ipo settled down, now you can, if you want to play. So that was very important, I would say, not just Kali, but somewhere there was some support coming in, and so ONGC still support. So that was a big change in the way we look at the sport. Otherwise, you still
worry if there is any support coming in. So after that, I think I was a little bit more free, and this very bad patch from 19 after ഞാൻ യൂത്ത് ഒളിമ്പിക്സ് ജയിച്ച ശേഷം സിൽവർ ജയിച്ച ശേഷം തൊട്ടുള്ള അടുത്ത നെക്സ്റ്റ് 3 years വാസ് വെരി ടഫ് ബിക്കോസ് ഞാൻ സീനിയർ സർക്യൂട്ടിലോട്ട് ഇറങ്ങുന്ന ഒരു ടൈമായിരുന്നു. തിരിച്ച് പ്രണോയുടെ കളിയിലേക്ക് വരികയാണെങ്കിൽ തോമസ് കപ്പ് കഴിഞ്ഞിട്ട് ആ സെമി ഫൈനൽ മാച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പ്രകടനം മുഴുവൻ അത് വേറൊരു തലത്തിലായിരുന്നല്ലോ. അപ്പോൾ ഈ തോമസ് കപ്പിൽ ആ സെമി ഫൈനൽ മാച്ചിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് കളിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതുകൊണ്ട് കൺസിസ്റ്റൻസി ലെവൽ അങ്ങ് മാറി. തുടർച്ചയായിട്ട് ടൂർണമെൻറ്റുകളിലെല്ലാം മനോഹരമായിട്ട് കളിക്കുന്നു, പോയിൻ്റുകൾ വാരിക്കൂട്ടുന്നു. ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ 2022 പോയിൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക റാങ്കിങ്ങിൽ 1ാം നമ്പറാണ്. അതെന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതിന് ആ ഡ്യൂ ആയിട്ടുള്ള റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് വരും. അത് എന്താ പറയുക, നമ്മൾ ഒന്നിനെ പുറകിൽ പോകണ്ട. അത് പ്രണോയുടെ ആ ചിരിയിൽ തന്നെ അതിന് ഉണ്ട്. കാരണം പക്ഷേ ആ കളിയിൽ എന്താണ് മാറ്റം വന്നത്? കളിയിൽ ബാഡ്മിൻ്റൺ എന്ന് പറയുന്ന ഒരു ഗെയിം കോൺഫിഡൻസ് ഗെയിമാണ്. ഞാൻ ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് ടൂർണമെൻറ്റ്സ് കളിച്ചിട്ടുണ്ടായി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആക്ച്വലി. എല്ലാത്തിലും ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് മാച്ചസ് കളിക്കാൻ പറ്റി ഇനീഷ്യലി. അത് ഒത്തിരി കോൺഫിഡൻസ് വന്നു. ആ ഒരു 2-3 മാച്ചസ് നമ്മൾ ജയിക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ഫസ്റ്റ് റൗണ്ട് തോക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഇഷ്യൂസ് പ്രോപ്പർ ആവുന്നത്. അവർ സ്റ്റാർട്ടിങ് ഓഫ് ദി ഇയർ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 2-3 ക്വാർട്ടർ ഫൈനൽ കളിക്കുമ്പോഴത്തേക്ക് സെൽഫായിട്ട് നമുക്ക് തോന്നും ഓക്കെ ക്വാർട്ടർ ഫൈനൽസ് എത്തി, ദാറ്റ് ഈസ് എ ഗുഡ് റിസൾട്ട്. അവിടെ നിന്ന് പിന്നെ ദെൻ തോമസ് കപ്പ് ഒബ്വിയസ്ലി കെയിം ഇൻ. അതൊരു വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്ററായിരുന്നു ഇപ്പോൾ തോമസ് കപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ തിങ്ക് വലിയ ബ്രേക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് കണ്ടിന്യൂസ്ലി പ്ലേയിങ് ടൂർണമെൻറ്റ്സ്. ഇന്തോനേഷ്യ ഐ പ്ലേഡ് സെമി. സോ ഞാൻ പറഞ്ഞ പോലെ ആ ഇന്തോനേഷ്യയിലേക്ക് ഫസ്റ്റ് റൗണ്ട് ലക്ഷ്യമായിരുന്നു. നമ്മൾ ഈ ഔട്ട് ഓഫ് 10 മാച്ചസ് 1-2 ട്രിക്കി മാച്ചസ് വരും, വിച്ച് ഈസ് വെരി ടഫ്. ഒബ്വിയസ്ലി മെൻ സിംഗിൾസിൽ ഫസ്റ്റ് റൗണ്ട് തൊട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ ഉള്ള കുറച്ച് ട്രിക്കി മാച്ചസ് ആണ്. ലക്ഷ്യ ഉണ്ടല്ലോ ഈസ് ഓൾവേസ് ടഫ്. സോ ആ ഒരു മാച്ച് ജയിക്കുമ്പോഴത്തേക്ക് ദെൻ ഇറ്റ് ഗീവ്സ് എ ബിഗ് കോൺഫിഡൻസ്. പിന്നെ അവിടെ നിന്ന് യു സ്റ്റാർട്ടഡ് ടു ഫീൽ ലിൽ ബിറ്റ് മോർ ഈസി ടു പ്ലേ. ബട്ട് എൻ്റെ ഇതിൽ ഐ വുഡ് സേ കഴിഞ്ഞൊരു 1 year ഐ എം എൻജോയിങ് പ്ലേയിങ് ലിൽ ബിറ്റ് മോർ than before. കഴിഞ്ഞ 2-3 വർഷങ്ങൾ വാസ് ടഫ് ആസ് എ ഹോൾ. കോവിഡ് കെയിം, അതിന് മുന്നേ ഉള്ള ഇയർ വാസ് ടഫ്. ബട്ട് ആൻഡ് ദർ വാസ് എ ലോട്ട് ഓഫ് ടാർഗറ്റ്സ് വെച്ചിട്ടുള്ള ട്രെയിനിങ് ദാറ്റ് വാസ് നോട്ട് ഹെൽപ്പിംഗ് മീ. സോ ദിസ് ഈസ് എ ജേർണി വെർ യു റിയലൈസ് sometimes you play in a certain way, sometimes you enjoy in a certain way. But I think post Thomas Cup I started to enjoy a little bit more how much court la nikkumbadhekku ആ ഒരു അറ്റ്മോസ്ഫിയർ ടു എൻജോയ് ദ അറ്റ്മോസ്ഫിയർ I've been able to do that a little bit more. So അതുകൊണ്ടാണ് I felt results also are coming a little better. Certain days when ഞാൻ പറയുന്ന പോലെ ജയിക്കാൻ വേണ്ടി കളിക്കുമ്പോഴത്തേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ ഫൈനൽസ് ആ ഒരു ഡേ ആയിരുന്നു. എങ്ങനെയെങ്കിലും ഒരു മെഡൽ കിട്ടിയാൽ മതി എന്നുള്ളൊരു കളി കളിക്കുമ്പോഴത്തേക്ക് then things go bad. So I'm trying to work on those things. But അങ്ങനെയാണ് നമ്മൾ ലൈക്ക് our mind is like that. Sometimes when you play you're playing for that medal. Sometimes you're not enjoying that moment and that's where you lose it. So എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതേ സെയിം മാച്ച് ചിലപ്പോൾ if it was some other random tournament I would have won. So it's just a mindset on how you control your emotions and but I think it's a learning process and World Tour ranking one is good. Phenomenal achievement. It's not easy, especially towards the end of the year, especially towards the end of October. To be in the one is always tough. And, so it's something which shows that I've been being able to consistently play quarterfinals of each tournament. I've not been പോയിട്ട് ഒരു ടൂർണമെൻറ്റ് ജയിച്ചിട്ടില്ല ഈ വർഷം. ബട്ട് quarter semis have been continued and it is very tough to be in that zone and so I'm happy but we have a lot of work to do in the next 3 months and let's see where it goes. And character. Brilliant.
Oh my goodness. What a rally. ഈ പ്രണോയുടെ കളി ഞങ്ങൾ നോക്കുകയാണെങ്കിൽ മനോഹരമായൊരു ബാക്ക് ഹാൻഡാണ് പ്രണോയുടെ. പ്രോബബ്ലി ഞാൻ പറയും ഗെയിമിലെ ഏറ്റവും മനോഹരമായ ബാക്ക് ഹാൻഡ്, ഏറ്റവും ബെസ്റ്റ് ബാക്ക് ഹാൻഡ് എന്ന് പറയും. നല്ല ഡിഫെൻസാണ്, പവർ ഗെയിമാണ്, സ്മാഷ് എന്താ പറയുക, നമ്മൾ അടിപൊളി സ്മാഷാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രണോയുടെ ഗെയിമിനെ കാണുന്നത്? I think it's a balanced game. കുറേ സ്ട്രോങ് പോയിൻറ്റ്സ് ഉണ്ട്. സാർ പറഞ്ഞ പോലെ ബാക്ക് ഹാൻഡ് ആണെങ്കിലും സ്മാഷ് ആണെങ്കിലും. പക്ഷേ ആ ഒരു ലെവലിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കളിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാവരും ഡിഫെൻസ് സ്ട്രോങ്, എല്ലാവരും ഷട്ടിൽ ആകത്തുള്ളൂ. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മെൻ സിംഗിൾസിൽ വരുമ്പോഴത്തേക്ക് ഇറ്റ് കംസ് ടു എ പ്ലേസ് വെയർ ഹൗ ഫിറ്റ് യു ആർ. You can have thousands of fancy strokes, thousands of smashes, but at the end of the day, it's a very simple concept which I have realized that എത്ര നേരം കളിക്കാൻ പറ്റും, how much time you can put shuttles in. I think it's as simple as that. Whoever is able to do that, അവർ ജയിക്കും. So focus is on എത്ര നേരം ഷട്ടിൽ മിസ്റ്റേക്ക് ഇല്ലാണ്ട് കളിക്കാൻ പറ്റും. ഫോർ ദാറ്റ് ബോഡി നോക്കണം. Body is your main enemy and your friend also. So അതാണ് ഏറ്റവും മേജറായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഘടകം. വേർ കഴിഞ്ഞൊരു 1-2 years ആയിട്ട് ഐ എം ലുക്കിംഗ് ആഫ്റ്റർ മൈ ബോഡി വെരി വെൽ. അതുകൊണ്ട് then it will take care of you. ഞാൻ അവിടെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഓഫ് കോർട്ട് ട്രെയിനിങ് ഉണ്ടല്ലോ, അതായത് ഈ കണ്ടീഷനിങ്, എൻഡ്യൂറൻസ്, സ്ട്രെങ്ത്, ഫിറ്റ്നസ്, ഇതെല്ലാം, പിന്നെ ഡയറ്റ് ഓഫ് കോഴ്സ്, ഇതിനെന്താണ് ചെയ്യുന്നത്? സോ എനിക്കൊരു ടീമുണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ് ടീമാണ്. സോ ദേ ആർ മോണിറ്ററിങ് എവറിത്തിങ്. സ്ട്രെങ്ത് ആണെങ്കിലും ബാക്കിയുള്ള കണ്ടീഷനിങ്. ഐ ഹാവ് വൺ ഗായ് ഹു ഈസ് എന്നെ ലാസ്റ്റ് 1 year ആയിട്ട് ഐ എം വർക്കിംഗ് വിത്ത് ഹിം. പിന്നെ ഡയറ്റിന് വേണ്ടിയിട്ട് ഐ ഹാവ് എ സെപ്പറേറ്റ് ടീം. ടൂർണമെൻറ്റ്സിന് പോകുമ്പോഴത്തേക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്ത് ഭക്ഷണം ഓർഡർ ചെയ്യാം അതുവരെ എനിക്ക് പറഞ്ഞു തരുന്നൊരു ടീമുണ്ട്. നമ്മൾ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ജപ്പാൻ, ചൈന, സോ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ളൊരു ടീം ഉള്ളപ്പോഴത്തേക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അവർ ഇപ്പോൾ കളിക്കാൻ പോകുമ്പോൾ ജപ്പാനിലാണെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് ഡീറ്റെയിൽസ് മാത്രം കൊടുത്തിട്ട് അതിൻ്റെ ഇത്ര റേഡിയസിൽ ഇത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇതിൽ ഇന്ന കാര്യം പോയി കഴിക്കുക. അപ്പം എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല, അത് പോയിട്ട് അങ്ങ് ഓർഡർ ചെയ്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. സോ ഇറ്റ് ബിക്കംസ് വെരി ഗെയിമിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് പറഞ്ഞ പോലെ റിക്കവറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടൂർണമെൻറ്റിന് പോകുമ്പോഴത്തേക്ക് ഓരോ മാച്ച് കഴിഞ്ഞിട്ട്. സോ അതിൽ ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഞാൻ ഒരു 28-29 ആയപ്പോഴാണ് ഐ റിയലൈസ്ഡ്. ഞാനിപ്പോൾ യങ്സ്റ്റേഴ്സിന് പറയുമ്പോഴത്തേക്ക് അവർ they don't realize it unless and until നിങ്ങളൊരു 27-28 എത്തുമ്പോഴത്തേക്ക് you will feel your body slow, getting slow, not recovering. അപ്പോഴേ അത് ക്ലിക്ക് ആവും. But then that's very important. If you start doing it from 23-24, you will actually play really well when you're 28-29. So but yeah, so in the last few years ഇങ്ങനെ ഒരു ടീമുണ്ട് who is helping me. And I think that is very important also. എല്ലാവർക്കും, I mean, players who are playing ആ ഒരു ലെവലിൽ കളിക്കുമ്പോഴത്തേക്ക് you need to be monitored really well and you need to be answerable. നമ്മൾ എന്താണോ ചെയ്യുന്നത് should be answerable. Otherwise ഒരു ക്വാർട്ടർ ഫൈനൽസ് സെമി ഫൈനൽസിലോട്ട് പോകണമെങ്കിൽ then you'll have to work around things off court. നമ്മൾ ഓൺ കോർട്ടിൽ വലിയതായിട്ട് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ ആ ഓഫ് കോർട്ടിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും, അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. പ്രണോയ് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ ജയൻ കില്ലറാണ്. അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിന്നേഴ്സ് അല്ലെങ്കിൽ നമ്പർ 1s അവരെല്ലാം സ്ഥിരമായിട്ട് തോൽപ്പിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലിൻഡാൻ അല്ലെങ്കിൽ ലീ ചോങ് വേ, ഇപ്പോൾ തൗഫിക് ഹിദായത്ത് അല്ലെങ്കിൽ ചെൻ ലോങ്, ഇവരെയൊക്കെ ആദ്യമായിട്ട് ഈ 4 പേരെ ആദ്യമായിട്ട് തോൽപ്പിച്ച ഇന്ത്യൻ താരം എന്ന് പറയുന്നത് പ്രണോയാണ്. അതുപോലെ പലരും ഇപ്പോൾ അടുത്തിടെ തന്നെ മെമോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിക്ടർ ആക്സിൽസൺ, അപ്പോൾ ഇവരെല്ലാവരും തന്നെ ടോപ്പ് ലെവലിൽ കളിക്കുന്ന പ്ലെയേഴ്സ്, അവരെയെല്ലാം മലർത്തിയടിക്കുന്ന ഗെയിമാണ് പ്രണോയുടെ. കൂടാതെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സിസ്റ്റത്തിൽ നമ്പർ 1 ആണ്. അപ്പോൾ പ്രണോയ്ക്ക് ടോപ്പ് ലെവലിൽ വിൻ ചെയ്യാനുള്ള ഗെയിമുണ്ട്. അതിനി ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, റിസൾട്ട്സ് ഹവ് ഷോൺ. പക്ഷേ പലപ്പോഴും നമ്മൾ ടൂർണമെൻറ്റിൽ വരുമ്പോൾ
നമുക്കറിയാം ടോപ്പ് 20 പ്ലെയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് തന്നെ വളരെ മാർജിനലാണ്. ഇത് ഡേ ടു ഡേ റിക്കവറി ആസ് യു റൈറ്റ്ലി സെഡ്. പക്ഷെ നമ്മൾ ഒരു ടൂർണമെൻറ്റിൽ ഒരു 5 മത്സരങ്ങൾ ഒന്നിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഒരു വിജയത്തിലേക്ക് വരാനായിട്ട് പലപ്പോഴും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പോൾ സെമി ഫൈനൽ, പക്ഷേ പ്രണോയ് അതേസമയം തന്നെ ഏതെങ്കിലും മാച്ചസ് തോറ്റിട്ടുണ്ടെങ്കിൽ പോലും മാർജിൻ വളരെ അത് 3 ഗെയിമിലോട്ട് പോയിട്ട് വളരെ ഒരു മാർജിനൽ പോയിൻറ്റ്സ് ഡിഫറൻറ്റിലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിനൊരു പിൻ പോയിൻ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. ബിക്കോസ് സാർ പറഞ്ഞ പോലെ ടോപ്പ് 20 ടോപ്പ് 30 മെൻ സിംഗിൾസ് പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് ഹൈ ആണ്. ആരുമാണെങ്കിലും വന്ന് ഒരു ടോപ്പ് 5 പ്ലെയറിനെ തോൽപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ജയൻ കില്ലറായിട്ട് കുറേ പേരുണ്ട് ആ ഒരു ടാഗ് ലൈനിൽ പേര് തോൽപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അടുത്ത റൗണ്ട് തോക്കും. ഇതിലൊരു ബേസിക് ഒരു ഫാക്ടർ ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു ഫാക്ടർ ഗെയിം സ്റ്റൈൽ എൻ്റെ ഒരു വ്യത്യാസമാണ്. കുറേ ഗെയിം സ്റ്റൈൽസ് മാച്ച് ആവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ചില സമയത്ത് ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരും ഒപ്പോണൻസ് ആയിട്ട്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡേഴ്സായിട്ട് നമ്മൾ കളിക്കാറില്ല, പക്ഷേ ലെഫ്റ്റ് ഹാൻഡേഴ്സ് എല്ലാ ദിവസവും കളിക്കുന്ന റൈറ്റ് ഹാൻഡേഴ്സായിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ്. അപ്പോൾ ആ ഒരു കളി പെട്ടെന്ന് നമ്മളൊരു ലെഫ്റ്റ് ഹാൻഡറായിട്ട് വരുമ്പോഴത്തേക്ക് ആംഗിൾസ് മാറും, കളി മാറും. സോ ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. സോ അങ്ങനത്തെ ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ വരുന്നത്. പിന്നെ ചില മാച്ചസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജയിക്കാൻ വേണ്ടി ചിലപ്പം കളിക്കും. അപ്പോഴാണ് നമ്മൾ എക്സ്ട്രാ പ്രഷർ എടുക്കും. ദെൻ തിങ്സ് ഡസൻറ്റ് ഫോൾ. സോ ദിസ് ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ടൂർണമെൻ്റ് ഒരു പെർഫോമൻസ്. സോ പക്ഷേ കുറച്ച് പ്ലെയേഴ്സ് ദേ ഹാവ് ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. സേ ഇപ്പോൾ വിക്ടർ ആക്സൽസൺ ആണെങ്കിൽ ഹി ഹാസ് ഏബിൾ ടു ക്രാക്ക് ഹിസ് ഗെയിം റിയലി വെൽ. ഹി നോസ് വാട്ട് ഹീ നീഡ്സ് ടു ഡു. സോ ഹീ കീപ്സ് ഡൂയിങ് ഇറ്റ്. എല്ലാ മാച്ചസും എവറി ഡേ ഹീ കീപ്സ് ഡൂയിങ് ദ സെയിം തിങ് ആൻഡ് ഹി ഹസ് ഫിഗർഡ് ഔട്ട് that nobody is able to crack that code. So ആരെങ്കിലും വന്ന് ആ കോഡ് ക്രാക്ക് ചെയ്യുന്നവരെ ആ കളി സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു കൺസിസ്റ്റൻസി ഗെയിമാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇനി വരാൻ മുന്നോട്ട് ടൂർണമെൻറ്റ്സിൽ ഐ വിൽ ഫിഗർ ഔട്ട് വാട്ട് നീഡ്സ് ടു ബി. ഇപ്പം പറഞ്ഞ പോലെ ഫിസിക്കൽ ആസ്പെക്റ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയയാണ്. ഫസ്റ്റ് 2 റൗണ്ട്സ് വളരെ ടഫാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽസ് വരുമ്പോഴത്തേക്ക് ആ ഒരു 10% യു ആർ ബിഹൈൻഡ് ഫിസിക്കൽ ആസ്പെക്റ്റ്. പക്ഷേ ഫസ്റ്റ് 2 റൗണ്ട്സ് ഈസി ആണെങ്കിൽ ക്വാർട്ടർ ഫൈനൽസ് എപ്പോഴും നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്തോനേഷ്യയിലാണെങ്കിൽ ഞാൻ ഫസ്റ്റ് 2 റൗണ്ട്സ് ഈസി ആയിട്ടാണ് ജയിച്ചത്. അപ്പോൾ ക്വാർട്ടർ ഫൈനൽസ് ആ ഒരു എക്സ്ട്രാ ഒരു എനർജി ഉണ്ടാവും. വേൾഡ് ചാമ്പ്യൻഷിപ്പ് വന്നപ്പോഴത്തേക്ക് ഐ കുഡ് ഫീൽ ദാറ്റ് ആ ഒരു എനർജി ലെവൽസ് വെയർ ലെസ്. ആൻഡ് ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ഐ മീൻ നമ്മളതിൽ ഒത്തിരി എന്താ പറയുക, അതിനെ ക്രൂസിഫൈ ചെയ്ത് ആ ഒരു കാര്യത്തിന് ഒത്തിരി നമ്മൾ സർജറി ചെയ്ത് അത് ഇതാണ് പ്രശ്നം അതാണ് പ്രശ്നം നോക്കിയിട്ട് നമ്മൾ കാര്യമില്ല. അല്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണോയുടെ പെർഫോമൻസ് നോക്കൂ. ഇപ്പോൾ അതിനകത്തിന് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും നമ്മൾ ഫസ്റ്റ് റൗണ്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വാർട്ടർ ഫൈനൽ നോക്കുമ്പോൾ ക്വാർട്ടർ ഫൈനൽ നോക്കുന്നത്. നമ്മൾ ഫൈനലൊന്നും നോക്കുകയാണെങ്കിൽ പിന്നെയും ഈ എന്താ പറയുക ക്രിറ്റിസിസം വരാൻ ഉള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ എന്തായാലും വരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ആസ് എ പ്ലെയർ നമുക്ക് അതിൻ്റെ ഉള്ള പോസിറ്റീവ്സ് മാത്രം എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ബിക്കോസ് അത്രയ്ക്ക് ടൂർണമെൻറ്റ്സ് കളിക്കുന്നുണ്ട് ഇയർ. ഇറ്റ്സ് നോട്ട് ഈസി ടു ട്രാവൽ. എല്ലായിടത്തും പോയി കളിച്ച് ദെൻ ട്രെയിനിങ് യുവർ പേഴ്സണൽ തിങ്സ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ദിസ്. സോ ഒരു ടഫ് ജേർണിയാണ്. അപ്പോൾ അതിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരും. അതിൽ നല്ല കാര്യങ്ങൾ എടുക്കുക, ബാക്കി മറന്നു അത്രേ ഉള്ളൂ. മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് കാണുന്നത്? മുന്നോട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പ്ലാൻ ചെയ്യാറില്ല. അടുത്തൊരു 3-4 വർഷം ഈ ഒരു ടോപ്പ് ലെവലിൽ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇഫ് ഐ ടേക്ക് കെയർ ഓഫ് മൈ ബോഡി. സോ ഇപ്പോഴത്തേക്ക് അത് മാത്രമേ ഉള്ളൂ പ്ലാൻ. പിന്നെ മീൻവൈൽ എന്തെങ്കിലും ബാഡ്മിൻ്റണിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ പ്ലേയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ. അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ഷുവറായിട്ടും ചെയ്യും.
പ്രണോയ് പറഞ്ഞല്ലോ, അതായത് ഇത്രയും വർഷങ്ങൾ ഇനി കളിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിൻഡാനുണ്ട്, അല്ലെങ്കിൽ ലീ ചോങ് വേ ഉണ്ട്, അല്ലെങ്കിൽ പീറ്റർ ഗേഡ് ഉണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ ലോഞ്ചിവിറ്റി, അവർ എല്ലാവരും 36 ഇയേഴ്സ് കഴിഞ്ഞ് ആണ് റിട്ടയർ ചെയ്തത്. അവരുടെ 30 to 36 ഇയേഴ്സിലാണ് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് പലതും വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പ്രണോയ്ക്കും സാധിക്കട്ടെ വരും വർഷങ്ങളിൽ ഇതിലും കൂടുതൽ. അപ്പോൾ ഇത്രയും ഉന്നതങ്ങളിൽ, അതായത് വ്യക്തിഗത സിംഗിൾസിലും ടീം ഇവൻറ്റ്സിലും ഇത്രയും മികച്ച പെർഫോമൻസ് നടത്തിയ പ്രണോയ്ക്ക് ഇനിയും മുന്നോട്ട് കൂടുതൽ വിജയങ്ങൾ ഇൻഡിവിജ്വൽ ടൂർണമെൻറ്റ്സിലായാലും ടീം ഇവൻറ്റ്സിലായാലും സാധിക്കട്ടെ. ഞങ്ങൾ ബാഡ്മിൻ്റൺ പ്രേമികളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകളും അതിനുവേണ്ടി ഈശ്വരനോടുള്ള പ്രാർത്ഥനകളും. താങ്ക് യു. നന്ദി പ്രണോയ്. താങ്ക് യു.